ഇറാനെ കുറിച്ച് ഇനിയും പഠിക്കണമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ്. നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കിയതിന് അപ്പുറം ഇറാന്റെ കയ്യിൽ ബലവും ശക്തിയുമുണ്ട്. അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ, അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഏത് തരത്തിലാണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിർമ്മിത വസ്തുക്കളൊക്കെ പല ഘട്ടങ്ങളിലും പരാതിയായിട്ട് ഉക്രൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതുവരെ കാണാത്ത ആയുധങ്ങളൊക്കെയാണ് റഷ്യ പ്രയോഗിക്കുന്നത്, പിന്നീട് അത് ഇറാൻ നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു. ആയതിനാൽ അവരുടെ ശക്തി മനസ്സിലാക്കിയിട്ടല്ലാതെ അവർക്ക് നേരെ നമ്മൾ ആക്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇപ്പോൾ ഫലസ്തീൻ വിജയിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന രീതിയിൽ തന്നെ റിപ്പോർട്ട് വന്നത് ഇസ്രായേലിന്റെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും പ്രയോഗത്തെക്കുറിച്ചും യുദ്ധമുറകളെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഫലസ്തീന് സാധിച്ചു. എന്നാൽ ഗസക്കകത്ത് ഹമാസ് ഉണ്ടാക്കിയിരിക്കുന്ന തുരങ്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കാൻ ഇസ്രായേലിന് സാധിച്ചതുമില്ല.